നമസ്കാരം. നമസ്കാരം. ഇപ്പം നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. കേരളത്തിന് അങ്ങോളം ഇങ്ങോളം വ്യത്യസ്ത നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് വലിയ പ്രകടനമാണ്. അതിലിപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മലബാർ ഏരിയയിലും എന്തിനേറെ KC വേണുഗോപാലിൻ്റെ തട്ടകത്തിൽ പോലും വലിയ തരത്തിലുള്ള പ്രകടനം നടക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് 5 മണിക്കും രാത്രി 8 മണിക്കൊക്കെ ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ വിഷയം കാണുന്നത്? അതായത് ഇത് ചെറിയ സംഭവമായി നമുക്ക് കാണാൻ പറ്റില്ല. ഇന്ന് നെട്ടൂരിലാണ്, ശരിക്ക് സതീശൻ്റെ നാട്ടിലാണ് ആദ്യം ഇത് തുടങ്ങിയെങ്കിൽ പിന്നീട് KC വേണുഗോപാലിൻ്റെ നാടായ ഇരിട്ടിയിലാണ് ഇപ്പോൾ രണ്ടാമത് വന്നിരിക്കുന്നത്. അതിനുശേഷം കുറ്റ്യാടിയിൽ വന്നു. കുറ്റ്യാടി കഴിഞ്ഞ ശേഷം പേരാമ്പ്ര കഴിഞ്ഞ് കൊയിലാണ്ടി. ഇത് കത്തിപ്പടരുകയാണ് കോഴിക്കോട് അങ്ങാടിയിൽ. അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈ പ്രകടനം ഭയങ്കര ശക്തമായ രൂപത്തിൽ കത്തിപ്പടരാൻ ഒരു സ്ഥലത്ത് മാത്രമല്ല അണികൾ രംഗത്തിറങ്ങി. ഇത് മുമ്പ് VS അച്യുതാനന്ദന് വേണ്ടി ഇറങ്ങിയ മാതിരിയല്ല, അതിൻ്റെ 10 മടങ്ങ് ശക്തിയിലാണ് ഇത് ഇറങ്ങുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുക. തുടക്കത്തിൽ തന്നെ കണ്ടിട്ടുള്ള പല ഭാഗത്ത് നടന്ന പ്രകടനങ്ങളുടെ ഇതാണ്. ഇത് ചെറുതായി കണ്ടാൽ അത് കോൺഗ്രസിൻ്റെ വലിയ പിളർപ്പിലേക്കും, അതേപോലെ തുടർന്ന് ഏതെങ്കിലും ഇലക്ഷൻ നടന്നാൽ, ഇവിടെ ആരെങ്കിലും ഇലക്ഷൻ നടന്നാൽ അവരെ തോൽപ്പിച്ചു വിടുന്നതിലേക്കും കാര്യങ്ങൾ കടക്കും. നമുക്ക് ഇപ്രാവശ്യം മനസ്സിലാക്കാൻ UDFന് വോട്ട് കിട്ടിയത് വെറും ഒരു CPMൻ്റെ എതിരെയുള്ള വോട്ടല്ല, പിണറായി വിജയനെതിരെ വോട്ടല്ല, VD സതീശന് അനുകൂലമായൊരു വോട്ട് കൂടി കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. കാരണം അദ്ദേഹം നിലപാടുള്ള ആളാണ്, നയിക്കാൻ കെൽപ്പുള്ള ആളാണ്. അദ്ദേഹം മുന്നിൽ നിൽക്കുമ്പോൾ ആ മുന്നണി ജയിക്കണം എന്ന ഉദ്ദേശത്ത് കൂടിയിട്ടാണ് അദ്ദേഹം ജനങ്ങൾ വോട്ട് ചെയ്തത്. പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യുമ്പോൾ അതിന് ശക്തനായ ഒരാൾ, മാതൃകയുള്ള ആൾ, നിലപാടുള്ള ഒരാൾ അപ്പുറത്ത് വന്നതുകൊണ്ടാണ് ആ വോട്ട് കിട്ടിയത്. ആരെങ്കിലും കണ്ടിട്ടല്ല കേരളത്തിൽ സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്തത്, നിഷ്പക്ഷരായ ആളുകൾ വോട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയെ വിജയിപ്പിച്ച് VD സതീശൻ മുഖ്യമന്ത്രിയാവട്ടെ എന്നുള്ളതിൻ്റെ ഒരു തീരുമാനമായിരുന്നു എലക്ഷൻ. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഇപ്പോൾ നടക്കുന്നത് ജയിപ്പിച്ച ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അടക്കം നടത്തുന്നത്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ നടത്തുന്നത് കോൺഗ്രസിനുള്ളിൽ കലാപമുണ്ടാക്കുക. എന്താണോ ജനങ്ങൾ ആഗ്രഹിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണോ ജനങ്ങൾ വോട്ട് ചെയ്തത്, അതിനെതിരെ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ അട്ടിമറി സൃഷ്ടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇത് തീർച്ചയായും KC വേണുഗോപാൽ കോൺഗ്രസ്സിന് തന്നെ വലിയ തിരിച്ചടി കിട്ടുന്നൊരു കാര്യമാണ്. അല്ല തന്നെ കോൺഗ്രസ് എല്ലാ സ്ഥലത്തും തകർന്ന് തരിപ്പണമായി ഇല്ലാതിരിക്കുകയാണ്. അതിനിടയിലാണ് കേരളത്തിൽ ഒരു വലിയ ആശ്വാസമായി വിജയം നേടിയത്. അത് KC വേണുഗോപാലിൻ്റെ മിടുക്ക് കൊണ്ടാണെന്ന് വരുത്തിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. എന്നാൽ അങ്ങനെയല്ല, ജനങ്ങൾ UDFനോടൊപ്പമാണ്, VD സതീശനോടൊപ്പം. VD സതീശൻ എന്ന നേതാവ് എടുത്ത നിലപാടുകളുണ്ട്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂവിൽ, അതേപോലെ തന്നെ നമ്മുടെ PV അൻവറിൻ്റെ കാര്യത്തിൽ, അതേപോലെ വർഗീയ പാർട്ടികളോടുള്ള നിലപാട്, അതേപോലെ സാമുദായിക സംഘടനകളോടുള്ള നിലപാട്, അങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഒരു നിലപാട് എടുത്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. മാത്രമല്ല, നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ കത്തിപ്പടർന്ന പ്രസംഗങ്ങൾ, പിണറായി വിജയനെതിരെയും CPMനെതിരെയുള്ള കടന്നാക്രമണങ്ങൾ, ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ ഇവിടെ നടന്നിട്ടുള്ള ആശാസമരത്തിൽ എങ്ങനെയാണ് VD സതീശൻ ഇടപെട്ടതെന്നും അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതെന്നും എല്ലാവർക്കും അറിയാം. ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം ഇടപെട്ടിട്ടുള്ള ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നയിക്കാൻ കെൽപ്പുള്ള ആളാണ്. അതേപോലെ UDFനെ ഒറ്റക്കെട്ടായി നിലനിർത്തി ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഇലക്ഷന് വിജയിപ്പിച്ച നേതാവാണ്. അങ്ങനെയുള്ള VD സതീശനെ അട്ടിമറിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലിനെ ഇറക്കുമതി ചെയ്ത് ഇവിടെ ഒരു പാർട്ടിക്കുള്ളിൽ അരാജകത്വവും കലാപവും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ അട്ടിമറിക്കെതിരെയാണ് ജനരോഷം കത്തിപ്പടരുന്നത്. അത് ചെറിയ ശ്രമമായി കണ്ടാൽ കോൺഗ്രസ് ചിഹ്ന ഭിന്നമായി പോകുമെന്നുള്ള കാര്യം സംശയമില്ല. കാരണം ഇത് ചെറിയ ഇതല്ല, കത്തിപ്പടരുകയാണ്. ഇന്നലെ നമ്മൾ എരുമേലിയിൽ നിന്നുള്ള ഒരു പന്തംകൊളുത്തി പ്രകടനമാണ് കണ്ടത്. ആരും പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. എരുമേലിയിൽ കണ്ട പന്തംകൊളുത്തി പ്രകടനം ഒരു തുടക്കമാണ്. അതിന് തിരികൊളുത്തിയത് പോലെ ആളിപ്പടരുകയാണെന്ന് കേരളത്തിലെ എല്ലാ സ്ഥലത്തും എന്നുള്ളതാണ് സത്യം. നമ്മൾ എല്ലായിടത്തും തോറ്റു തൊപ്പിടുമ്പോൾ ഇവിടെ വിജയിച്ചുള്ള ഒരു മുന്നണിയെ
കശാപ്പ് ചെയ്യുന്ന പ്രവൃത്തി ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളത് കാര്യം സംശയമില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ, ആയിരക്കണക്കിന് ആൾക്കാരാണ് പൊങ്കാലിടുന്നത് ഹൈക്കമാൻഡിനെയും കോൺഗ്രസിനെയും. കാരണം വി ഡി സതീഷിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ് ഈ സോഷ്യൽ മീഡിയ. ഇത് സോഷ്യൽ മീഡിയയുടെ ശക്തി എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം വളരെ സത്യസന്ധമായി ഇത് വാച്ച് ചെയ്ത ജനങ്ങൾ ഇവിടെയുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ജനങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടത്തിലുള്ള ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചുകൊണ്ട് വി ഡി സതീശനാണ് നയിക്കേണ്ടത്, വി ഡി സതീശനാണ് നേതാവ്, അല്ലാതെ വേറെ ആരും വേണ്ട എന്നുള്ള നിലപാടിലേക്ക് പോയിട്ടുള്ളത്. ഇത് എവിടെ എത്തിച്ചേരും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നണിയിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ലീഗ് പരസ്യമായിട്ട് ഔദ്യോഗികമായിട്ട് തങ്ങളടക്കം പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ഔദ്യോഗികമായിട്ട് ലീഗ് ഫ്ലെക്സ് അടിക്കും. സ്വന്തം പഞ്ചായത്ത് കമ്മിറ്റി യൂത്ത് ലീഗിൻ്റെ പേര് വെച്ചുകൊണ്ട് അവർ വി ഡി സതീശന് വേണ്ടി ഫ്ലെക്സ് അടിക്കുന്നു. അപ്പം ഈ ഒരു വിഷയം എങ്ങനെയാണ് കാണുന്നത്? അതായത് പരസ്യമായി തന്നെ വി ഡി സതീശൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് നേതൃത്വം കൊടുത്ത വി ഡി സതീശനെ മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി അംഗീകരിക്കണമെങ്കിൽ, കുഞ്ഞാലിക്കുട്ടിയേക്കാൾ പ്രായക്കുറവുള്ള വി ഡി സതീശനെ അംഗീകരിക്കണമെങ്കിൽ വി ഡി സതീശൻ അതിന് പറ്റിയ നേതാവാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്നത്. വി ഡി സതീശൻ നിലപാടുണ്ട്, അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ട്, എല്ലാ വിഷയങ്ങളെക്കുറിച്ച് അവഗാഹമായ അറിവുണ്ട്. ആ അറിവ് കൃത്യമായി അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ കഴിയും, പ്രവർത്തിപ്പിക്കാൻ കഴിയും. സമൂഹത്തിൽ ഇന്നത്തെ സ്ഥിതിയിൽ ഇത് നമ്മളെ നയിക്കാനും പ്രശ്നങ്ങൾ നമ്മുടെ ജനജീവിതവുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാനും കഴിവുള്ള നേതാവാണ്. അതേപോലെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധി വന്നാൽ നേരിടാനുള്ള കെൽപ്പുണ്ട്. ആ കെൽപ്പ് അദ്ദേഹം കൃത്യമായി കാണിച്ചിട്ടുണ്ട്, പ്രവൃത്തിയിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല എല്ലാവരെയും കോർത്തിണക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കന്മാരെക്കാൾ പ്രായക്കുറവുള്ള, കുഞ്ഞാലിക്കുട്ടിയെ പ്രായക്കുറവുള്ള വി ഡി സതീശനെ എങ്ങനെ അംഗീകരിക്കുന്നു? ആ വിധത്തിലാണ് അംഗീകരിക്കുന്നത്. അദ്ദേഹം ഒരു ലീഡറാണ് എന്ന് അംഗീകരിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം നയിച്ചത് കൊണ്ടാണ് ഇത്രത്തോളം പാർട്ടിക്ക് ഗുണം കിട്ടിയതെന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ് പരസ്യമായിട്ട് അവർ പിന്തുണ പ്രഖ്യാപിച്ചത്. കെ എം ഷാജിയെ പോലുള്ള ആളുകളൊക്കെ അതിൻ്റെ കൃത്യമായി പറഞ്ഞു. കെ എം ഷാജി പറഞ്ഞതെന്ന് നമുക്ക് കൃത്യമായി കേൾക്കാം. ഒരു കാര്യം ഉറപ്പാണ്, സതീശൻ എടുക്കുന്ന നിലപാടുകളോടൊപ്പം നിൽക്കുന്ന നിലപാടുകളാണ് കേരളത്തിൻ്റെ ആ കാലത്തും യു ഡി എഫിനെ നയിക്കേണ്ടത്. അത് ആരെന്നുള്ളത് അവർ തീരുമാനിക്കണം. ഞാൻ അവരുടെ ഉള്ളിലേക്ക് കിടക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഈ നിലപാടുകൾ ഉണ്ടാവണം. കൃത്യമായി കെ എം ഷാജി പറഞ്ഞത് എന്താ? ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. ജനങ്ങൾക്കറിയാം ആരാണ് നയിച്ചതെന്ന്. അതുകൊണ്ട് നയിച്ച ആളെ വെട്ടിമാറ്റിയിട്ട് 5 വർഷക്കാലം ഉള്ള ആളെ വെട്ടിമാറ്റി പുതിയ ആളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ സഹിക്കില്ല. അത് ജനങ്ങൾക്കെതിരാണ്, ജനവികാരത്തിനെതിരാണ്. ആ ജനവികാരത്തിനെതിരെ ശക്തമായി പ്രവർത്തിക്കുമ്പോൾ മാത്യു കുഴൽനാടനെ പോലുള്ള ആളുകൾ ലീഗ് കോൺഗ്രസിൻ്റെ വിഷയത്തിൽ ഇടപെടേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവും. എന്നിങ്ങനെയാണ് മുന്നണിയിൽ ആര് മുഖ്യമന്ത്രി ആവണമെന്ന് നിർണ്ണയിക്കാനുള്ള ഒരു ശക്തിയല്ലേ, നട്ടല്ലുകൂടിയല്ലേ മാത്യു കുഴൽനാടൻ പറയുന്ന പ്രകാരം ലീഗ്. അപ്പോൾ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ കുഞ്ഞാലിക്കുട്ടിയെയും അതേപോലെയുള്ള പ്രമുഖ നേതാക്കന്മാരെയും ഇന്ന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആളുകൾ, നിരീക്ഷകർ വന്ന് കണ്ടത്. ആ കണ്ടിട്ട് അവരുടെ അഭിപ്രായം കൂടി കേട്ടിട്ടല്ലേ അവർ ആരാണോ മുഖ്യമന്ത്രി ആവണമെന്ന് തീരുമാനിക്കുന്നത്. 63 സീറ്റുള്ള കോൺഗ്രസിൻ്റെ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മുഖ്യമന്ത്രി ആവില്ലല്ലോ. 71 സീറ്റ് വേണ്ടേ? അത് മാത്രമല്ല 71 സീറ്റിൽ അപ്പോൾ 102 സീറ്റ് കിട്ടി കഴിഞ്ഞു. അപ്പോൾ കൂടെ നിന്ന് എല്ലാവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ അവരെല്ലാവരും ആരാണ് മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നത്? വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നു. അതിൽ ഏറ്റവും വലിയ കക്ഷി തന്നെ പറയുമ്പോൾ അതൊന്നും ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. പകരം അദ്ദേഹത്തെ വെട്ടിമാറ്റാനുള്ള നീക്കം നടക്കുമ്പോൾ അത് തീർച്ചയായും മുന്നണിക്കുള്ളിൽ തന്നെ ശിഥിലമുണ്ടാക്കും. ഈ ശിഥിലത്തിനൊക്കെ കാരണക്കാരൻ ആരാണ്? കെ സി വേണുഗോപാൽ. അദ്ദേഹം കേരളത്തിലെ ഒരു മുന്നണിയെ വിജയിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് പകരം കിട്ടിയ അധികാരം എങ്ങനെ അടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളുമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹമാണ് കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഇറങ്ങിയ അന്തകനായി മാറുന്നത് എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും ഇത് മാത്രമല്ല, ഇപ്പം ഇൻ കേസ് കെ സി വേണുഗോപാൽ ഇവിടെ മുഖ്യമന്ത്രി ആയെന്ന് വിചാരിക്കുക. അപ്പോൾ നടക്കാൻ പോകുന്ന 2 ബൈ ഇലക്ഷനുകൾ നടക്കാൻ പോകും. ഒന്ന് ആലപ്പുഴയിൽ ഈ പറഞ്ഞ പോലെ MP സ്ഥാനത്തോട്ട് വേണ്ടിയിട്ട്, പിന്നെ MLA ആവണമെന്നുണ്ടെങ്കിൽ ഒരാൾ ഇവിടെ രാജി വെക്കണമല്ലോ. അപ്പോൾ 2 ബൈ ഇലക്ഷൻ കൂടി വരാൻ പോകും. അപ്പം അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് ബാധ്യത ഉണ്ടാക്കാൻ പോകുന്നൊരു കാര്യമല്ലേ? ബാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, അതൊക്കെ ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. കാരണം ഇവിടെ നയിച്ചിട്ട് നല്ല നേതാവ് ഉള്ളപ്പോൾ വേറെ എന്തിനാണ് ഒരു നേതാവിനെ കെട്ടിയേൽപ്പിക്കുന്നത്? എന്നിട്ട് ഒരു ഇലക്ഷൻ നടന്നു, അത് ജയിക്കുന്ന ഉറപ്പുണ്ടോ? ഇന്നത്തെ ജനവികാരം കണ്ടിട്ട് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്.
ആ തെരുവിൽ ഇറങ്ങിയിരിക്കുന്ന ജനവികാരം വോട്ടായി മാറിക്കഴിഞ്ഞാൽ വോട്ട് ആർക്ക് പോകും? BJP പോകും. ആലപ്പുഴയിൽ കഴിഞ്ഞ വർഷം ശോഭാ സുരേന്ദ്രൻ 3 ലക്ഷത്തോളം വോട്ട് പിടിച്ചതാണ്. ഒരു 35,000 വോട്ടും കൂടെ അവിടുന്ന് പിടിച്ചാൽ, ഇവിടുന്ന് UDF ഇങ്ങോട്ട് പിടിച്ചാൽ അവർ ഭൂരിപക്ഷമായി. അവരുടെ 35,000 വോട്ട് താഴേക്ക് പോവില്ലേ? കഴിഞ്ഞ വർഷം 4,70,000 വോട്ടായിട്ടാണ് കിട്ടുക. അതിൽ 35,000 കുറഞ്ഞ എത്രയായി? 4,30,000. ഇവർക്ക് 35,000 കൂടെ അത്രയും 4,35,000 ഇല്ലേ? അവർക്ക് വിജയിക്കാൻ വല്ല 35,000 വോട്ട് പിടിക്കാൻ വല്ല പണിയുണ്ടോ? 1,12,000 വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ വർഷം കൂടുതലായി പിടിച്ചത് ആലപ്പുഴയിൽ. അങ്ങനെ വേണുഗോപാൽ ജയിച്ച സ്ഥലത്ത് MP സ്ഥാനം ആരും കൊണ്ടുപോകും? BJP കൊണ്ടുപോകും. അതോടൊപ്പം ഈ വേണുഗോപാൽ നിന്നാൽ ജയിക്കുന്ന എന്താ ഉറപ്പ്? അപ്പോൾ VD സതീശന് ജനങ്ങളുടെ പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് എല്ലാ കക്ഷികളെയും പിന്തുണയുണ്ട്. പിന്നെ പാർട്ടിയിൽ തന്നെ നല്ല പിന്തുണയുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു പരീക്ഷണ വസ്തുവായി എല്ലാവരും ഇവരെ അപഹസിക്കുന്നതിന് പകരം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി കൃത്യമായിട്ട് എല്ലാ സപ്പോർട്ടും കൊടുക്കുകയാണ് ഇന്നത്തെ സന്ദർഭത്തിൽ വേണ്ടത്. ഇന്ത്യയിൽ എവിടെയില്ല അവസാനം കിട്ടിയത് കുരങ്ങനെ പൂമാല കിട്ടിയ മാതിരി അവസാനം എന്ത് ചെയ്യും? ഉള്ളതും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നതാണ് മനസ്സിലാക്കേണ്ടത്.